അവിടെ വേറെ ആൾക്കാരുണ്ടോ? മൈക്കുണ്ട്. എനിക്ക് ഇനി കുറച്ച് സത്യങ്ങൾ വിളിച്ചു പറയണ്ട്. ഞങ്ങള് വീട്ടിലൊന്നും പാടണ്ടോ? ഇന്നട്ടെ എല്ലാരും അഭിനയിച്ചില്ലപ്പോ. ഞാൻ പറഞ്ഞ കേക്ക് ഞാൻ സത്യം പറയട്ടെ, ഞങ്ങൾ ഇന്നലെ പൊളിച്ചിക്കണ് വിചാരിച്ചിക്കണേ. ഇന്നലെ ലൈബ്രറിക്ക് വന്നില്ലേ? ഞാൻ എല്ലാം കാണുന്നുണ്ട്. ലൈബ്രറിയിലുണ്ടോ? ഫുള്ള് കഥ ഞാൻ പറഞ്ഞുതരാം. ഇന്നലെ കൊണ്ട് ചെക്കന്മാരോട് ചോദിച്ചേ, ഞങ്ങളെ ലൈബ്രറിന്റെ സ്റ്റോറി ഞാൻ സത്യത്തിലേ എല്ലാരും ഞാൻ ഒന്നാതി പോവും അടുത്ത മാസം. ഞാൻ അതിനായിട്ട് പോകുന്നതാണ്. എങ്ങനെ കല്യാണത്തിനെല്ലാം പോരാ. ചെക്കനെ കല്യാണത്തിന് നമ്മള് വരാക്കോ? കാനഡ ആയാലും പ്രശ്നമല്ല, അമേരിക്ക ആയാലും കുഴപ്പമില്ല, എന്തായാലും പ്രശ്നമല്ല. അതെ, ഞാൻ സത്യം പറയട്ടെ, എന്റെ കഥകൾ കേട്ടാല് ഞാൻ കൊറേ റിസ്ക് എടുത്തിക്കണേ. ഞാൻ 3 ദിവസം ട്രാവൽ ചെയ്താണ് വന്നിക്കണേ. ഞാൻ ഈ കാനഡയിൽ നിന്ന് US പോയി, US നിന്ന് ഖത്തർക്ക് പോന്ന്, ഖത്തറിന്ന് ബാംഗ്ലൂർക്ക് പോന്ന്, ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വന്നിറങ്ങി. അല്ലല്ല, ഞാൻ പെരക്കാട് പറഞ്ഞേ. പക്ഷെ എനിക്കുണ്ടല്ലോ, നിങ്ങൾ ഇന്നലെ പെരീക്ക് വന്നില്ലേ, എന്നെ നെജിമ അപ്പൊ വിളിച്ചു. ഞാനപ്പോ പുറത്തേക്ക് ഇറങ്ങിക്കണേ. ഞാനപ്പോ ലൈബ്രറിയില. ഞാൻ പറഞ്ഞിട്ട് പക്ഷേ ഇങ്ങോട്ട് നെജിമ പറഞ്ഞേ, നിങ്ങളെ ചെറിയ കണ്ടിട്ട് അസറ് വിവരം അറിഞ്ഞിക്കണ തോന്നുന്നുണ്ട്. ഇച്ചും പിന്നെ തോന്നി, കാരണം കോഴിക്കോടാണ് ചെന്നിറങ്ങിക്കണത്. അഥവാ ചിലപ്പോ എങ്ങനെയെങ്കിലും ഫസലുവിന്റെ കണക്ഷൻ പോയോ എങ്ങനെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവും തോന്നി. അപ്പൊ തന്നെ ഡൗട്ട് ഉണ്ട്, എങ്ങനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ നിങ്ങൾ അഭിനയിച്ചേ കരഞ്ഞ് ശരിയാക്കാൻ. ഡൗട്ട് ഇടിക്കല. എന്റെ മനസ്സിനൊരു തോന്നുന്നു വെച്ചാല്, സാധാരണ ഞങ്ങൾ അങ്ങനെ ചെല്ലുമ്പോഴേ എന്റെ കാര്യം പറയുമ്പോ ഇമ്മാക്കൊരു സങ്കടം ഉണ്ടാവില്ലേ? ചിറിച്ചു കുതിർക്ക എന്നിട്ട് ഇന്നെ നോക്കിയേക്ക എന്താരോ. അല്ല, അറസ്റ്റ് ഇനിയിപ്പോ എത്തിയിട്ടില്ലെങ്കിൽ ഓനോട് ഇജ്ജ് വരാൻ പറയേ. എല്ലാരും കല്യാണത്തിന് ചെത്തിയല്ലേ, ഓനോടെങ്കിലും ഇജ്ജ് വരാൻ പറയുന്നൊക്കെ ഉമ്മ അങ്ങനെ പറയുന്നില്ല. അപ്പൊ ഞാനും കരുതി, ഞാൻ എന്നിട്ട് പറഞ്ഞേ ഓന്റെ ഫ്യൂച്ചറിന്റെ കാര്യത്തിനും വേണ്ടിട്ട് എന്തൊക്കെ ബിസിനസ് എന്തൊക്കെ ഇതുണ്ട്. അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ടില്ല. ഓന് ഞാൻ അത് സെറ്റ് ആവണെങ്കിൽ സെറ്റ് ആയിക്കോട്ടെ, വരാൻ പറ്റാണെങ്കിൽ വാന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയണ കേക്ക്, കറക്റ്റിന്റെ ടൈമിങ് ഒരു നിമിഷം പാളിക്കണെങ്കിൽ ഇജിന്നെ കണ്ടിട്ടുണ്ടാവും. അതായത് ഇവിടെ ഞാൻ വിളിച്ചു, എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു പരിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഡൗട്ടായി, ഒരു പരിന്ന് ഇറങ്ങിക്കണമെങ്കിൽ ഒരു മിക്കവാറും ലൈബ്രറിന്റെ മുന്നിൽ കൂടെ കയറി പോവുക. ഞാൻ അവിടെ ചോദിച്ചു, ഏത് വണ്ടിയിലാ പോകുന്നേ? വാസിലിന്റെ വണ്ടിയിലാണോ ചോദിച്ചു. വാസിന്റെ വണ്ടിയിലല്ല, ഹർഷിന്റെ വണ്ടിയാണ്, നീല വണ്ടിയാണ് പറഞ്ഞു, ബാലനോ. ഞാൻ അങ്ങനെ തിരിഞ്ഞു നോക്കിപ്പോണ്ടേ അങ്ങനെ പോണു ബാലനോ. അത് ഞാൻ ഉറപ്പിച്ചു. എന്നിട്ട് പണിയൊക്കെ ഞാൻ ഉറപ്പിച്ചു അത് ഹർഷിന്റെ വണ്ടിയാണ്. ഞാൻ ഉറപ്പിച്ചു. ഞാൻ ലൈബ്രറിന്റെ ഉള്ളിൽ പോഞ്ഞിട്ടോ. എന്നിട്ട് ചെക്കന്മാരോട് പറഞ്ഞു, അത് ബാസിലാൻ സാധ്യത ഉണ്ട്, ഒന്നും പറയരുത്, നാടകം കളിച്ചോളി പറഞ്ഞു. തിരിഞ്ഞു. ആ വണ്ടി MRFന്റെ അവിടെ നിന്ന് തിരിഞ്ഞാണ്ട് ലൈബ്രറിക്ക് വന്നിട്ട് അതിലൂടെ ചെന്നൊക്കെ നവംബറിൽ വരികയാണല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ. ഞാൻ ഉള്ളിലേ ഇങ്ങനെയൊക്കെ ഒന്നും ചെയ്യാറ്. അല്ല, ഞാൻ മൂഞ്ചി തിരിഞ്ഞിന്. പിന്നെ നിങ്ങൾ പോയി. എനിക്ക് ഇപ്പോൾ ഇവിടെ എത്തണ വരെ നിങ്ങൾ അറിഞ്ഞിക്കണമെന്നില്ലതാണ് നിങ്ങൾ ഇഞ്ഞ ശരിയാക്കാൻ നിൽക്കണമെന്ന് എനിക്ക് മനസ്സിൽ. ഹാപ്പി അല്ലേ ജി? എന്നാ മതി, അത് കേട്ടാ മതി. എന്തിനാ ആഗ്രഹം നവംബറിൽ പെർമിറ്റ് വെച്ചാണ്. ഞാൻ PR അപ്ലൈ ചെയ്തിട്ടില്ല.
അപ്ലൈ ചെയ്താ ചിലപ്പോ കിട്ടും, അതാ പ്രശ്നം. അപ്ലൈ ചെയ്ത് പിന്നെ അവിടെ കുടുങ്ങും, അതാ പ്രശ്നം. ഒന്നുമില്ല, അപ്ലൈ ചെയ്ത് വെച്ചോ. അതിന്റെ പ്രശ്നം പറയാ PR എടുത്ത ഇതിപ്പോ ഞാൻ അതിൽ പറയണില്ല, അതിന്റെ വേറെ മാറ്ററാണ്. ഇതിപ്പോ ഇത് പറയാൻ കട്ട് ചെയ്യാം. കാരണം എന്താ പറയുക, PR കഥയൊക്കെ വേറെ കഥയാണ്. അത് ഇമിഗ്രേഷന്റെ കേസ് നമ്മളിതിൽ പറയണില്ല. അപ്പോൾ നമ്മൾ പരിപാടി മൂഞ്ചിട്ടില്ല, നമുക്ക് കരുതിയ മാതിരി സംഭവം സക്സസ് ആണ്. അപ്പൊ നമ്മള് ഞാൻ അവന്റെ പേരിക്കോ അത് പുതിയൊരു സാധനം വാങ്ങി പുതിയൊരു സാധനം വാങ്ങിയപ്പോ ഓസ്മോ ഓക്കെ ഞാനും നോക്കണ എന്നെ നോക്കിയില്ലേ. ഹാപ്പി അല്ലാടാ? ഹാപ്പി. ഓക്കെ, അത് മതി, അത് കേട്ടാ മതി. ഇനി ഡ്രസ് കോഡ് അടിച്ചാൽ കൊടുക്കണം. ചെക്കനെത്തി മക്കളെ അതൊക്കെ ഞാൻ ആദ്യം വിവരം അർഷിനോട് പറഞ്ഞു. വരുന്നതിന് മുമ്പ് അർഷിനോട് പറഞ്ഞ് അർഷി ഫുൾ സെറ്റ് ആറണ്ടേ. അർഷി പോരുന്നതിന് 2 ദിവസം മുമ്പ് അർഷോ ഞാൻ എത്താൻ സാധ്യതല്ല, കല്യാണത്തിന് ഞാൻ എത്തൂല, വേറെ ആരെങ്കിലും പിടിച്ചു പറഞ്ഞു. ഓക്കെ എന്നാ സൈക്കോനോട് ആരായിരുന്നു, സൈക്കോനെ വിളിച്ചു പറഞ്ഞു. സൈക്കോ ഫുൾ സെറ്റാണ്, ഇജ് വന്നാൽ മതി പറഞ്ഞു. സൈക്കോനെ എയർപോർട്ടിൽ നിന്ന് വിളിച്ചു. സൈക്കോ എയർപോർട്ടിൽ എത്തിക്കണേ, അവിടെ അച്ചു വരാൻ പറ്റൂല, കടയിൽ ആളില്ല. ഞാൻ സമ്മതിച്ചോടാ ഞങ്ങളെ അറിയാം. എന്നിട്ട് ഞാൻ പെരക്കാരെ വിളിച്ചാണ്ട് ഞാൻ പോന്നു. അങ്ങനെയാണ് ഇപ്പൊ നമ്മളിവിടെ എത്തി. ഏതായാലും സോഫാർ നമ്മളെ പരിപാടി സക്സസ് ആണ്. ഞാൻ ഹാപ്പി. ബൈ.